രാത്രി കിടക്കാൻ നേരം എല്ലാവരും ഉറങ്ങുമ്പോഴും കണ്ണടയ്ക്കാൻ കഴിയാതെ അനാവശ്യ ചിന്തകളിൽപ്പെട്ട് ഉഴലാറുണ്ടോ നിങ്ങൾ? കഴിഞ്ഞുപോയൊരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ എന്താകും എന്ന ഭയത്തെക്കുറിച്ചോ ഓർത്ത് മണിക്കൂറുകളോളം തലപുകയ്ക്കാറുണ്ടോ? ചെറിയൊരു പ്രശ്നം പോലും മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും സന്തോഷം കളയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഓവർ തിങ്കിങ് അഥവാ അമിതചിന്ത എന്ന കെണിയിലാണ്. ചാണക്യനീതിയിലും പുരാതന തത്വചിന്തകളിലും ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ആളുകളല്ല, നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ചിന്തകളാണ്. അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ തീരുമാനങ്ങളെയും സമാധാനത്തെയും മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തെയും ജീവിത വിജയത്തെയും വരെ ഇല്ലാതാക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ അമിതചിന്തയെ പൂർണ്ണമായും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വളരെ വ്യക്തമായി 5 കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യത്തെ വഴി നിങ്ങളുടെ ചിന്തകളെ വേർതിരിക്കാൻ പഠിക്കുക എന്നതാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ 90% യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളോ ആയിരിക്കും. കഴിഞ്ഞുപോയ ഒരു കാര്യം ഓർത്ത് വിഷമിക്കുന്നതുകൊണ്ട് അത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ? ഇല്ല. അതേപോലെ 6 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ പേടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുക, വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് അനാവശ്യമായി വ്യാകുലപ്പെടാതിരിക്കുക. ബുദ്ധിമാനായ വ്യക്തി എപ്പോഴും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു ചിന്ത മനസ്സിനെ അലട്ടുമ്പോൾ സ്വയം ചോദിക്കുക, ഈ വിഷയം എന്റെ നിയന്ത്രണത്തിലുള്ളതാണോ? ഇപ്പോൾ ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? മറുപടി ഇല്ല എന്നാണെങ്കിൽ ആ ചിന്ത അവിടെ ഉപേക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, വെറുതെയിരുന്ന് ചിന്തിക്കാതെ പ്രവൃത്തിയിലേക്ക് കടക്കുക എന്നതാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, 1000 വിചാരങ്ങളെക്കാൾ മൂല്യമുള്ളതാണ് ഒരു ചെറിയ പ്രവൃത്തി. നമുക്കെന്തെങ്കിലും ജോലി ചെയ്തു തീർക്കാനുണ്ടെന്ന് കരുതുക. അയ്യോ, അതെങ്ങനെ ചെയ്യും, ശരിയാകുമോ, തെറ്റിപ്പോകുമോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പേടിയും അമിതചിന്തയും കൂടുന്നത്. എന്നാൽ അതിനായി ഒരു ചെറിയ ചുവടുവെപ്പ് വെച്ചുകഴിഞ്ഞാൽ മനസ്സിന്റെ ഭാരം പകുതിയായി കുറയും. വെറുതെയിരിക്കുമ്പോഴാണ് മനസ്സ് കാടുകയറി ചിന്തിക്കുന്നത്. മനസ്സിനെ എപ്പോഴും ഏതെങ്കിലും പ്രവൃത്തിയിൽ മുഴുകി നിർത്തുക. വ്യായാമം ചെയ്യുക, വീട്ടുജോലികൾ ചെയ്യുക, പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ പുതിയൊരു കഴിവ് പഠിക്കാൻ ശ്രമിക്കുക. ശരീരം സജീവമാകുമ്പോൾ മനസ്സ് അനാവശ്യ ചിന്തകളിൽ നിന്ന് തനിയെ പിന്മാറും. മൂന്നാമത്തെ വഴി, മനസ്സിനെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഡയറിയിലോ ഒരു പേപ്പറിലോ എഴുതിവെക്കുക എന്നതാണ്. ഇതിനെ സൈക്കോളജിയിൽ ബ്രെയിൻ ഡംപ് എന്ന് വിളിക്കുന്നു. രാത്രി ഉറങ്ങാൻ നേരത്താണ് പലർക്കും അമിതചിന്തകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന മുഴുവൻ കാര്യങ്ങളും അതിലേക്ക് എഴുതിവെക്കുക. മനസ്സിലുള്ള ചിന്തകൾ പേപ്പറിലേക്ക് പകരുമ്പോൾ തലച്ചോറിന് ഒരു സന്ദേശം ലഭിക്കും: ഈ കാര്യങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. അത് മനസ്സിന് വലിയൊരു ശാന്തത നൽകുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. നാലാമതായി ഓർക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും പൂർണ്ണ തികവോടെ നടക്കണം എന്ന നിർബന്ധം ഒഴിവാക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ അമിതമായി ചിന്തിക്കാൻ കാരണം എന്റെ തീരുമാനം തെറ്റിപ്പോകുമോ, മറ്റുള്ളവർ എന്തു പറയും, ഞാൻ പരാജയപ്പെടുമോ എന്ന പേടിയാണ്. എന്നാൽ ഓർക്കുക, ജീവിതത്തിൽ ആരും പൂർണ്ണരല്ല. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യസഹജമാണ്. എല്ലാം തികഞ്ഞ നിമിഷത്തിനായി കാത്തിരുന്നാൽ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകുക. പെർഫെക്ഷനേക്കാൾ പ്രധാനം മുന്നേറ്റമാണ് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി, മനസ്സിനെ ശാന്തമാക്കാൻ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമയം കണ്ടെത്തുക. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ശാന്തമായി ഒരിടത്തിരുന്ന് ദീർഘശ്വാസമെടുക്കുക. വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. ഇസ്ലാമിക് ആത്മീയതയിലായാലും ചാണക്യ ഉപദേശങ്ങളിലായാലും മനസ്സിന്റെ നിയന്ത്രണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോൾ അനാവശ്യ ഭയങ്ങളും ചിന്തകളും തനിയെ ഇല്ലാതാകും. ഓർക്കുക, അമിതചിന്ത നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷത്തെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ്. ആ കള്ളന് നിങ്ങളുടെ മനസ്സിൽ ഇടം നൽകരുത്. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിനോക്കൂ, മാറ്റം നിങ്ങളറിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.